ഹലോ. സാധാരണ വാക്കുകൾ കിട്ടാത്തതുകൊണ്ട് പലപ്പോഴും സെൻറ്റൻസസ് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റണില്ല എന്ന് കുറേ ആൾക്കാർ പറയാറുണ്ട്. ഞാൻ വേർഡ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഒരു ലോങ് വീഡിയോ വേണം എന്ന് കഴിഞ്ഞ ദിവസം കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വൊക്കാബുലറി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇന്ന വാക്കിന് ഇതർത്ഥം അങ്ങനെ പറഞ്ഞു പോയാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ കുറച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള വേർഡ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. ദേ ജസ്റ്റ് ഡാഷ് ഹെർ കംപ്ലെയിൻറ്റ്സ്. ഇറ്റ് മെയ്ഡ് ഹെർ വെരി ആംഗ്രി. രണ്ടാമത്തെ സെൻറ്റൻസ് എന്താ? ആ സംഭവം അവളെ ദേഷ്യം പിടിപ്പിച്ചു അല്ലേ? മെയ്ഡ് ഹെർ ആംഗ്രി. അപ്പോൾ അതിന് മുമ്പത്തെ സെൻറ്റൻസിൽ ഒരു വാക്കില്ല, അത് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനുള്ള കുറച്ച് ക്ലൂ ഞാൻ തരാം. അപ്പോൾ ആ വാക്കിൻ്റെ കുറച്ച് ലെറ്റേഴ്സ് അവിടെ കാണാം, അത് വെച്ചിട്ട് ആ വാക്ക് നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഏതാ മനസ്സിലായോ? അവരെന്ത് ചെയ്തപ്പോഴാണ് അവൾക്ക് ദേഷ്യം പിടിച്ചത്? അവളുടെ കംപ്ലയിൻറ്റ്സ് അവർ പരിഗണിക്കാതിരുന്നപ്പോൾ. അതേതാ വാക്ക്? ഇഗ്നോർഡ്. അപ്പോൾ ഇഗ്നോർ ചെയ്യാന്ന് വെച്ചാൽ നമ്മളത് അവഗണിക്കുകയാണ് ഇഗ്നോർ. ഓക്കെ. ദേ ജസ്റ്റ് ഇഗ്നോർഡ് ഹെർ കംപ്ലെയിൻറ്റ്സ്. കുറേ കംപ്ലയിൻറ്റ് ചെയ്തു, അതൊക്കെ അവർ ഇഗ്നോർ ചെയ്തു, അവഗണിച്ചു. അപ്പോഴാണ് അവൾക്ക് ദേഷ്യം പിടിച്ചത് അല്ലേ? അടുത്തത്, ഐ ഡാഷ് ഹിസ് സ്റ്റോറി അബൌട്ട് ഹാവിങ് ലോസ്റ്റ് ഓൾ ഹിസ് മണി. ഹൗ സ്റ്റുപ്പിഡ് ഐ വാസ്. അപ്പോൾ അതിൻ്റെ മീനിങ് കിട്ടണമെങ്കിൽ ആ രണ്ടാമത്തെ സെൻറ്റൻസ് ഹൗ സ്റ്റുപ്പിഡ് ഐ വാസ്. ഞാനൊരു പമ്പര വിഡ്ഢിയായിരുന്നു. എന്താ ഞാൻ വിഡിത്തം കാണിച്ചത്? അവൻ്റെ കാശൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കഥ ഞാൻ വിശ്വസിച്ചു അല്ലേ? അപ്പോൾ എന്താ അവിടെ വരിക? ഐ ഡാഷ് ഹിസ് സ്റ്റോറീസ്. അയാളുടെ കഥകൾ എന്തിനെക്കുറിച്ച്? അബൌട്ട് ഹാവിങ് ലോസ്റ്റ് ഓൾ ഹിസ് മണി. ഏതാ വരിക? വിശ്വസിക്കുക, ബിലീവ്. അപ്പോൾ ഇവിടെ എന്താ വരിക? ടെൻസ് കറക്റ്റ് ആക്കണം. ഞാൻ എന്തൊരു വിഡ്ഢിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പാസ്റ്റ് ടെൻസിൽ നടന്നതാ. ഐ ബിലീവ്ഡ് ദ ഗവൺമെൻറ് ഹാസ് ഡാഷ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദിസ് റിഗാർഡ്. അപ്പോൾ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അവരെന്താ പറയുക, ഓരോരോ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ റിലീസ് ചെയ്യില്ലേ? അപ്പോൾ റിലീസ് എന്നുള്ള വാക്കൊന്നുമല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ ചെയ്യുക? ന്യൂസൊക്കെ റിലീസ് ചെയ്യും നമ്മൾ. സ്റ്റേറ്റ്മെൻറ്റ് എന്താ ചെയ്യുക? അത് ചില വാക്കുകൾ ഒരുമിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഗവൺമെൻറ് എന്താ ചെയ്തത്? റിലീസ്ഡ് അല്ല, ഇഷ്യൂഡ് എ സ്റ്റേറ്റ്മെൻറ്റ്. ദ ഗവൺമെൻറ് ഹാവ് ഇഷ്യൂഡ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇവിടെ ഡൗട്ട് വരുന്നത് ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഒറ്റ സാധനമല്ലേ, ഹാസ് അല്ലേ എന്ന്. ഞാൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പൊതുവെ ഹാവ് ആണ് കണ്ടിട്ടുള്ളത്. രണ്ടും പറ്റുമെന്ന് ഞാൻ വായിച്ചു, പക്ഷേ ഞാൻ ഹാവ് വെച്ച് ഫോളോ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ദ ഗവൺമെൻറ് ഹാവ് ഇഷ്യൂഡ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. അടുത്തത്, അനു പറഞ്ഞു ഹേ ലെറ്റ്സ് ഗോ ഔട്ട് ടുഗെദർ. നമുക്ക് ഒരുമിച്ച് പുറത്ത് പോവാം. ലെറ്റ്സ് ഗോ ഔട്ട് ടുഗെദർ. അപ്പോൾ ഇതാണ് അനു പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയാണ്, അനു ഡാഷ് മീ ഔട്ട്. അനു എന്താ പറഞ്ഞതിനടുത്ത്? ലെറ്റ്സ് ഗോ ഔട്ട് ടുഗെദർ, നമുക്ക് ഒരുമിച്ച് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അനു എന്താ ചെയ്തതെന്ന് ഞാൻ പറയണേ. അനു ഡാഷ് മീ ഔട്ട്. അനു ഇൻവൈറ്റഡ് മീ ഔട്ട്. ക്ഷണിക്കുകയാണ് ചെയ്തത്. അനു ഇൻവൈറ്റഡ് മീ ഔട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും തോന്നാൻ ചാൻസുള്ള കാര്യം, ചോദിച്ചു, ആസ്ക് എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചുകൂടെ എന്ന്. അങ്ങനെ ഉപയോഗിച്ചൊരു പ്രശ്നമുണ്ട്. ടു ആസ്ക് സമ്മൺ ഔട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ വൈ ഡോണ്ട് യു ആസ്ക് ഹെർ ഔട്ട് എന്ന് ചോദിച്ചാൽ അവർ തമ്മിൽ ഡേറ്റൊക്കെ ചെയ്ത് തുടങ്ങാത്തത് എന്താണെന്നുള്ളതാണ് ആ ചോദ്യം. അപ്പോൾ അതിലൊരു റൊമാൻസിൻ്റെ ഒരു അംശം വരും. പക്ഷേ ഞാനും അനുവും തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. അതുകൊണ്ട് ഞാൻ അനുവിൻ്റെ വീടിനടുത്തുള്ളതോ അല്ലെങ്കിൽ ഓഫീസിലുള്ളതോ ഒരു സാധാരണ ഒരാൾ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പുറത്ത് പോകാമെന്ന് മാത്രമേ അനു പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ഇൻവൈറ്റഡ് മീ ഔട്ട്. അവിടെ ആസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അനു അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് എന്നെ അകത്തേക്കാണ് വിളിച്ചെങ്കിലോ? അനു ഇൻവൈറ്റഡ് മീ ഇൻ. അപ്പോൾ അകത്തേക്കാണെങ്കിൽ ഇൻവൈറ്റ് സമ്മൺ ഇൻ. ഇനിയിപ്പോൾ അനു കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാം.
അപ്പോൾ ഞാനവിടെ ഇരിക്കണ കണ്ടപ്പോൾ ഒറ്റയ്ക്കല്ലേ, ഞങ്ങളുടെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിലോ, അനു ഇൻവൈറ്റഡ് മീ അലോങ്, കൂടെ വരാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തു. ഓക്കെ, അലോങ് എന്ന് വെച്ചാൽ കൂടെ. അടുത്ത സെൻറ്റൻസ്, ദ ബർഗ്ലേഴ്സ് ഡാഷ് ദ ഹൗസ് ബൈ എ സൈഡ് വിൻഡോ. ബർഗ്ലർ ആരാ? കുത്തിപ്പൊളിച്ച് അകത്ത് കയറി സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന കള്ളന്മാർ. അവരെന്താ ചെയ്തേ? സൈഡ് വിൻഡോ കൂടിയാണ് അകത്ത് കയറിയത്. എങ്ങനെ പറയും? ദ ബർഗ്ലേഴ്സ് ബ്രോക്ക് ഇൻ ടു ദ ഹൗസ്. അപ്പോൾ പൂട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ഒരു ബിൽഡിങ്ങിൽ നമ്മൾ കുത്തിപ്പൊളിച്ച് അകത്ത് കയറുന്നതിനെ ടു ബ്രേക്ക് ഇൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഇൻ്റെ പാസ്റ്റ് ടെൻസ് ദ ബർഗ്ലേഴ്സ് ബ്രോക്ക് ഇൻ ടു ദ ഹൗസ്. ഓക്കെ, ഷീ നെവർ ഡാഷ് ഹർ എക്സ് ബോയ് ഫ്രണ്ട്. ആൾക്ക് പണ്ടത്തെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇപ്പോൾ ആളായിട്ട് വലിയ കമ്പനിയൊന്നുമില്ല, പരിചയമൊന്നുമില്ല ഇപ്പോൾ, അല്ലേ? ഇപ്പോൾ മിണ്ടാറൊന്നുമില്ല. ഷീ നെവർ ഡാഷ് ഹർ എക്സ് ബോയ് ഫ്രണ്ട്. എന്താ വരിക വെച്ചാൽ അവരെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാറില്ല, അങ്ങനെ പറയില്ലേ? അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ. അവളിപ്പോൾ അവനെക്കുറിച്ചൊന്നും പറയാറില്ല, അവർ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ഇപ്പം. അങ്ങനെ പറയണമെങ്കിൽ ഷീ നെവർ മെൻഷൻസ്, പരാമർശിക്കുക. നമ്മളിങ്ങനെ കറക്റ്റായിട്ടുള്ള വാക്കുകൾ പരാമർശിച്ചു എന്നും മലയാളത്തിൽ പറയില്ല, അല്ലേ? അവൾ അവനെക്കുറിച്ചൊന്നും പറയാറില്ല എന്ന് പറയുള്ളൂ. അപ്പോൾ പക്ഷേ ഇംഗ്ലീഷിൽ ഇപ്പോഴും നല്ല സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് യൂസ് ചെയ്യണം. നമുക്കും മലയാളത്തിലും ഈ വാക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ അത് പത്രത്തിലോ അല്ലെങ്കിൽ അങ്ങനെ വല്ല എന്താ പറയുക ഫോർമൽ സെറ്റിങ്ങിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്ത് കാണാറുള്ളൂ. അല്ലെങ്കിലൊക്കെ നമ്മൾ നോർമൽ വേർഡ്സ് വെച്ച് നമ്മൾ സിമ്പിളായിട്ട് കാര്യം സാധിക്കും. പക്ഷേ ഇംഗ്ലീഷിൻ്റെ അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് ഭയങ്കര താഴെ പോവും. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉപയോഗിച്ചോളൂ, പക്ഷേ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് ഇങ്ങനത്തെ ആ കറക്റ്റ് വാക്ക് നമുക്ക് കിട്ടണം. ചിലപ്പോൾ ഇംഗ്ലീഷിൽ എന്തോ ഒരു ഇതുണ്ട് ഇങ്ങനെ, യു ഷുഡ് ഓൾവേസ് യൂസ് ദ റൈറ്റ് വേർഡ് നോട്ട് ഇറ്റ്സ് ഫസ്റ്റ് കസിൻ, അങ്ങനെ എന്തോ മാർക്ക് ട്വെയിൻ ആണോ ആരോ ഒരു വലിയ പുള്ളി പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ആ കറക്റ്റ് വാക്ക് നമ്മൾ ഉപയോഗിക്കണം. അതിൻ്റെ ബന്ധമുള്ള ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചാൽ ശരിയാവില്ല എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. അത് നല്ല ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മൾ കുറച്ച് ബേസിക് ഗ്രാമറൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി വൊക്കാബുലറി നമ്മൾ എങ്ങനെയോ ഒന്ന് ക്ലിയർ ആക്കുക എന്ന് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ ഷി നെവർ മെൻഷൻസ്. അപ്പുറത്തെ അബൌട്ട് ഇതൊന്നും വേണ്ട, മെൻഷൻ എന്ന് മാത്രമേ. മെൻഷൻ എന്ന് വെച്ചാൽ ആരെങ്കിലും കുറിച്ച് പരാമർശിക്കുക. അപ്പോൾ ഷി നെവർ മെൻഷൻസ്. എന്താ മെൻഷൻ ചെയ്യാത്തത് അത് പറയാം. ഈ സിറ്റുവേഷൻ നോക്കാണ്ട് നീ പെട്ടെന്ന് തീരുമാനമൊന്നും എടുക്കരുത് എന്നുള്ള അർത്ഥത്തിൽ ഡോണ്ട് മേക്ക് എനി ഡിസിഷൻസ് ബിഫോർ യു ഹാവ് ഡാഷ് ദ സിറ്റുവേഷൻ. എന്താ അവിടെ വരിക? അപ്പോൾ ഈ സിറ്റുവേഷൻ ഒന്ന് നോക്കാണ്ടെന്ന് നമ്മൾ പറയുക മലയാളത്തിലല്ലേ. അപ്പോൾ നോക്കാണ്ടെന്ന് പറഞ്ഞാൽ എന്താ, സി എന്നുള്ള വാക്കൊന്നും അവിടെ ശരിയാവില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ പ്രോബ്ലമാണ്. കറക്റ്റായിട്ടുള്ള വാക്ക് നമ്മൾ പറയണം. പല വാക്കുകൾ കറക്റ്റായിട്ടുണ്ടാവും. ഞാനപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെറിയ ക്ലൂ ഒക്കെ തന്നിട്ട് ആ വാക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കുകയാണ്. ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വേർഡ്സാണ്. ഇതിൽ ഒരു 2-3 എണ്ണം ഈ ഇപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോയിൽ അത് കുറച്ച് ഹൈ ലെവലാണ്. ബാക്കി എല്ലാം സാധാരണ സിമ്പിൾ വേർഡ്സാണ്, നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട വേർഡ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉത്തരം വരിക ഡോണ്ട് മേക്ക് എനി ഡിസിഷൻസ്. ഒന്നും തീരുമാനങ്ങളൊന്നും എടുക്കരുത് ബിഫോർ യു ഹാവ് കൺസിഡേർഡ് ദ സിറ്റുവേഷൻ. കൺസിഡർ എന്ന് വെച്ചാൽ പരിഗണിക്കുക. ഈ സിറ്റുവേഷനെ നമ്മൾ കൺസിഡർ ചെയ്യാം, എന്താണെന്ന് നോക്കുക, അതില്ലേ, അതാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കൺസിഡർ എന്നുള്ള വാക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒക്കെ സെൻസ് വെച്ച് ഞാൻ എക്സാമ്പിൾസ് ഇട്ടത് കേട്ടോ. വി ഹാവ് 5 ഡാഷ് ഓഫ് വാട്ട് ഹാപ്പൻഡ് ബട്ട് നൺ ഓഫ് ദം എഗ്രി. ഇതെന്താ സംഭവം എന്ന് അറിയോ? ഒരു ക്രൈം നടന്നു, 5 സാക്ഷികൾ ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ 5 പേരെടുത്തും പോലീസ് വിളിച്ച് ചോദിച്ചു എന്താ സംഭവിച്ചേ. അപ്പോൾ ഓരോരുത്തർ അവരവർ രീതിയിൽ വിവരിച്ചു. ഓക്കെ, പക്ഷേ ഈ 5 എണ്ണവും പരസ്പര ബന്ധമില്ലാത്തതായിരുന്നു. അതാണ് ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കിയ സെൻറ്റൻസ്. വി ഹാവ് 5 ഡാഷ് ഓഫ് വാട്ട് ഹാപ്പൻഡ്. എന്താ സംഭവിച്ചതെന്നുള്ളതിന് 5 ആൾക്കാരുടെ വിവരണങ്ങളുണ്ട്. വി ഹാവ് 5 ഡാഷ് ഓഫ് വാട്ട് ഹാപ്പൻഡ് ആൻഡ് നൺ ഓഫ് ദം എഗ്രി. എന്താണ് നമ്മൾ പോലീസിനോട് പറയുക? എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരണം കൊടുക്കുന്നതിന് അക്കൗണ്ട്. വി ഹാവ് 5 അക്കൗണ്ട്സ് ഓഫ് വാട്ട് ഹാപ്പൻഡ്. കേട്ടോ. അപ്പോൾ ഇതിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓർമ്മ വരിക. പക്ഷേ
എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഒരാളുടെ അടുത്ത് വിവരണം കൊടുക്കുമ്പോൾ അതിന് നമ്മുടെ അക്കൗണ്ടാണ് അത് കേട്ടോ. നമ്മൾ പറയുന്ന ആ വിവരണം ആ ഒരു അക്കൗണ്ട് ഓഫ് ദ ഇൻസിഡൻ്റ് ആണ്. ഓക്കെ. ഐ ഹാവ് ബീൻ ലൂസിങ് അബൌട്ട് എ കിലോ എ വീക്ക്. ഒരാഴ്ച 1 കിലോ വെച്ചിട്ട് ഞാൻ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇത്ര വരെ അങ്ങനെയായിരുന്നു കേട്ടോ. ഐ ഹാവ് ബീൻ ലൂസിങ് എ കിലോ എ വീക്ക് ഓൺ മൈ ഡയറ്റ്. എന്താ ചെയ്തു? ഞാൻ ഡയറ്റ് ചെയ്തു. അപ്പോൾ ഒരാഴ്ച വെച്ച് 1 കിലോ വെച്ചിട്ട് ഞാനിങ്ങനെ കുറയുണ്ടായിരുന്നു. ഇപ്പോൾ വരെ അതാണ് ഐ ഹാവ് ബീൻ ലൂസിങ് അബൌട്ട് എ കിലോ എ വീക്ക് ഓൺ ദിസ് ഡയറ്റ്. ബട്ട് റീസെൻ്റ്ലി ഐ ഹവ് ഡാഷ് ആൻഡ് ഹാവിൻറ്റ് ലോസ്റ്റ് എനിത്തിങ്. പക്ഷെ റീസെൻ്റ്ലി ഈ അടുത്തായിട്ട് എന്ത് പറ്റി? ഐ ഹാവ് ഡാഷ്, ഐ ഹാവിൻ ലോസ്റ്റ് എന്ന് പറയാം. പക്ഷെ ഇവിടെ പറയണത് ഐ ഹാവ് ഡാഷ്. ചില സമയത്ത് അങ്ങനെയല്ലേ, ഈ വെയിറ്റൊക്കെ ഒന്ന് കുറയാൻ നോക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ചിലപ്പോൾ നന്നായിട്ട് പടപടയെന്ന് വെയിറ്റ് കുറയും. കുറച്ച് എത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ എന്ത് ചെയ്താൽ ആ വെയിറ്റ് കുറയാണ്ട് ഇങ്ങനെ നിൽക്കും. അതിനെന്താ പറയുക? പ്ലാറ്റോഡ്. അപ്പോൾ 2 സാധനങ്ങളാണ് പ്ലാറ്റോ എന്ന് പറഞ്ഞാൽ പൊതുവെ പറയുക. ഒന്ന് നമ്മുടെ ഡെക്കൻ പ്ലാറ്റോ അല്ലേ, നമ്മുടെ കുറച്ച് ഉയർന്നൊരു സ്ഥലം, കോസ്റ്റൽ റീജിയൻ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ഡെക്കൻ പ്ലാറ്റോ ഉണ്ട്. മനസ്സിലായില്ലേ? ഈ ആന്ധ്ര ഹൈദരാബാദൊക്കെ കിടക്കുന്ന സ്ഥലമില്ലേ, കുറച്ച് ഉയർന്ന നല്ല കല്ലുള്ളൊരു പ്രദേശം. ഇന്ത്യയുടെ മാപ്പൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ജോഗ്രഫിയിൽ പണ്ട് പഠിച്ചിട്ട് അതാണ് ഡെക്കൻ പ്ലാറ്റോ. അപ്പോൾ അതല്ലല്ലോ ഈ വെയിറ്റ് ലോസിൽ സംഭവിക്കുന്നത്. വെയിറ്റ് ലോസ് നമ്മളിങ്ങനെ വെയിറ്റ് കുറച്ചൊക്കെ കുറഞ്ഞു, പിന്നെ അവിടുന്ന് തീരെ കുറയുന്നില്ല. അപ്പോൾ നമ്മൾ വി ഹിറ്റ് പ്ലാറ്റോ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹവ് പ്ലാറ്റോഡ് അങ്ങനെയും പറയാം. വേർബായിട്ട് യൂസ് ചെയ്യാം. ഐ ഹവ് പ്ലാറ്റോഡ് ആൻഡ് ഹാവിൻ ലോസ്റ്റ് എനിത്തിങ് സിൻസ്, അല്ലേ? പിന്നെ ഒന്നും അങ്ങനെ കുറഞ്ഞില്ല. ഇനി ഇഫ് ഐ ക്രിട്ടിസൈസ് ഹിം ഹീ ഗെറ്റ്സ് ഡാഷ് ആൻഡ് സ്റ്റാർട്ട്സ് ഷൗട്ടിങ്. നമ്മൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അപ്പോഴേക്കും ദേഷ്യം പിടിച്ച് വാശി പിടിച്ച് ഒരവസ്ഥയിലെത്തും അല്ലേ? ഹീ ഗെറ്റ്സ് ഡാഷ്. പിള്ളേർ മാത്രമല്ല, ചില കുട്ടിത്തം മാറാത്ത വലിയ ആൾക്കാരും അങ്ങനെ തന്നെയാണ് അല്ലേ? എന്താണ് ആ വാക്ക് വരിക എന്ന് വെച്ചാൽ, ആ വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ ഒരാളെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു പ്രവണത കാണിക്കുക. ഹി ഗെറ്റ്സ് അഗ്രസീവ്. ഒരാൾ അഗ്രസീവ് ആണെന്ന് പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ നമ്മളെ അറ്റാക്ക് ചെയ്തു എന്ന് വരാം, നല്ല ദേഷ്യത്തിലാണ് അല്ലേ? ഹി ഗെറ്റ്സ് അഗ്രസീവ് ആൻഡ് സ്റ്റാർട്ട്സ് ഷൗട്ടിങ്. അഗ്രസീവായിട്ടുള്ള ആനിമൽസ് ഉണ്ട്, കുട്ടികളുണ്ട്, മനുഷ്യന്മാരുണ്ട്, എല്ലാവരും ഉണ്ട് അഗ്രസീവ് ആവാം അല്ലേ? രോഗികളുണ്ട്. നമ്മുടെയൊക്കെ മാനസിക നില തെറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അഗ്രസീവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് കാമായിട്ടിരിക്കുക. ഡോണ്ട് ബി അഗ്രസീവ്. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ അവർ കേൾക്കില്ലല്ലേ, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനത്തെ അവസരങ്ങളിലും അഗ്രസീവ് ആവാതെ നോക്കുക. ആര്? നമ്മളൊന്നും അഗ്രസീവ് ആവാണ്ട് കുട്ടികളെടുത്ത് കൈകാര്യം ചെയ്യാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. അപ്പം അഗ്രസീവ് വാക്ക് ഓർമ്മയിൽ നിൽക്കൂല. കമ്പ്യൂട്ടേഴ്സ് ഹാവ് ഡാഷ് ദ വേ വർക്ക് ഇസ് ഡൺ. നമ്മളെങ്ങനെയാണ് ജോലി പണ്ട് ചെയ്തിരുന്നേ? നല്ല കഷ്ടപ്പാടായിരുന്നു അല്ലേ? അധികമൊന്നും നടക്കില്ല. ഒരു ദിവസം ഇന്ന് കുറേ അധ്വാനിച്ചാലേ കുറച്ച് നടക്കുള്ളൂ. പക്ഷേ ഈ കമ്പ്യൂട്ടേഴ്സ് വന്നേ പിന്നെ ദേ ഹാവ് ഡാഷ് ദ വേ വർക്ക് ഇസ് ഡൺ. ഒരാകെ അങ്ങോട്ട് മാറ്റിമറിച്ചു. എന്താ വാക്ക് വരിക? എന്തെങ്കിലും ഒരു കാര്യം ഒരു നല്ല കാര്യത്തിന് വേണ്ടി നന്നായിട്ട് അടിമുടി മാറുന്നതിന് എന്താ പറയുക? ട്രാൻസ്ഫോം. ഇപ്പോൾ ചേഞ്ച് എന്നുള്ളൊരു വാക്കുണ്ട്, പക്ഷേ ചേഞ്ച് ചിലപ്പോൾ നല്ലതിനാവാം ചീത്തതിനാവാം. പക്ഷെ ട്രാൻസ്ഫോം ചെയ്യുക എപ്പോഴും നല്ലതിനായിരിക്കും അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് ഹാവ് ട്രാൻസ്ഫോംഡ് ദ വേ വി വർക്ക്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ഹാവ് ട്രാൻസ്ഫോംഡ് ദ വേ ദ വർക്ക് ഇസ് ഡൺ. ക്ലിയർ ആയോ? അടുത്തത് ഇത്തിരി ടഫാണേ. ഷീ വാസ് അഡ്മിറ്റഡ് ടു സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ വിത്ത് ഡാഷ് ബ്ലീഡിങ്. ഭയങ്കര ബ്ലീഡിംഗ് ആണെന്ന് പറയാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും? ഷീ വാസ് അഡ്മിറ്റഡ് ടു സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ വിത്ത്, നിൽക്കാതെ ഇങ്ങനെ ബ്ലീഡിംഗ് ആണ്, എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയതാണ്, വിത്ത് ഡാഷ് ബ്ലീഡിങ്. വിത്ത് അൺസ്റ്റോപ്പബിൾ ബ്ലീഡിംഗ് എന്നൊന്നും പറയില്ല, അതിന് വാക്കുണ്ട് വിത്ത് പ്രൊഫ്യൂസ്. പ്രൊഫ്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വളരെയധികം ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്താൽ അതിന് പ്രൊഫ്യൂസ് എന്ന് പറയും. അടുത്തത് അത് ഇത്തിരി ടഫായിരുന്നു അല്ലേ? പ്രൊഫ്യൂസ്, അതൊന്ന് പഠിച്ചു വെച്ചോളൂ. പ്രൊഫ്യൂസ് ബ്ലീഡിങ് കേട്ടോ, ആ രീതിയിൽ ഓർത്താൽ മതി. എക്സാമ്പിൾസ് വെച്ച് ഓർത്താൽ നമുക്ക് ഈ വാക്കുകൾ പെട്ടെന്ന് ഓർമ്മ നിൽക്കും. അല്ലാണ്ട് പ്രൊഫ്യൂസ് വളരെയധികം ഇങ്ങനെ ഉണ്ടാവുക അന്ന് പറഞ്ഞാൽ നമുക്കത് ഓർമ്മ നിൽക്കില്ല. പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലൊക്കെ ഓർമ്മ വരും. ഓക്കെ. വയലൻസ് ഓഫ് സം ടൈപ്പ് സീംസ് ടു ഡാഷ് ഇൻ എവ്രി സൊസൈറ്റി. എല്ലാ സൊസൈറ്റിയിലും
വയലൻസ്, എന്താ വയലൻസ് മനസ്സിലായില്ലേ? അടി ഇടി അതൊക്കെ അതിൻ്റെ ഏതെങ്കിലും രൂപത്തിൽ ഉണ്ടാവാറുണ്ട്. വയലൻസ് ഓഫ് സം ടൈപ്പ് സീംസ് ടു ഡാഷ് ഇൻ എവറി സൊസൈറ്റി. ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞാൽ ഒക്കർ. ഒക്കർ. വയലൻസ് ഓഫ് സം ടൈപ്പ് സീംസ് ടു ഒക്കർ ഇൻ എവറി സൊസൈറ്റി. അല്ലെങ്കിൽ സീംസ് ടു ബി പ്രസൻറ്റ് എന്ന് പറയാം. അതിനുള്ള വാക്കാണ് ഒക്കർ. 2 new skyscrapers had sprung up. Dash her view from her window. എന്താർത്ഥം? ഈ വലിയ 2 അമ്പര ചുംബികൾ പണിതതിന് ശേഷം അവൾ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വ്യൂ ഒന്നുമില്ല. ഈ 2 കെട്ടിടം തന്നെ കാണാനുള്ളൂ. പണ്ടതില്ലാത്തപ്പം നല്ല ഇങ്ങനെ കുറേ ആകാശവും പക്ഷികൾ പറക്കുന്നതൊക്കെ കാണായിരുന്നു. ഇപ്പോൾ 2 വലിയ കെട്ടിടം നേരെ അവളുടെ ആ വിൻഡോയുടെ ഫ്രണ്ടിൽ പണിത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് പുറത്തുള്ള കാഴ്ചകളൊന്നും അങ്ങനെ കിട്ടില്ല, കാണാൻ പറ്റില്ല. 2 new skyscrapers have sprung up. സ്പ്രിങ്ങിൻ്റെ V3 ഫോമാണ് sprung. They have sprung up എന്ന് വെച്ചാൽ അവിടെ ഒരു പൊട്ടിമുളച്ചു. obscuring അതാണ് വാക്ക്. obscuring her view അല്ലെങ്കിൽ blocking her view എന്ന് നമ്മൾ സാധാരണ പറയാൻ ചാൻസില്ലേ? അതിനെ പറ്റിയ കുറച്ചുകൂടെ നല്ലൊരു വാക്ക്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാതിരിക്കുക. എന്താ കാരണം? എന്തോ ഒരു സാധനം അവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തോ ഒരു ശബ്ദമുള്ളതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാക്കാണ് ഒബ്സ്ക്യൂർ. അപ്പോൾ ദിസ് വാസ് ഒബ്സ്ക്യൂറിങ് ഹർ വ്യൂ. ഓക്കെ. വിത്ത് നോ ജോബ് ഹിസ് ഫ്യൂച്ചർ ലുക്ഡ് ഡാഷ്. കട്ടപ്പുകയായി തോന്നി എന്നൊക്കെ പറയില്ലേ? എന്തായിരിക്കും? അപ്പോൾ ആ വേർഡ് എന്താണെന്ന് അതിൻ്റെ ആ ലെറ്റേഴ്സ് വെച്ചിട്ട് ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് വളരെ കോമൺ ആയിട്ടുള്ള വേർഡാണ്. നമ്മൾ ഭയങ്കര എന്താ പറയുക എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കല്ലെങ്കിലും പൊതുവേ ആൾക്കാർ ഇൻ്റർവ്യൂസിലൊക്കെ എസ്പെഷ്യലി ഈ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാക്കാണിത്. ബ്ലീക്ക്. ഇതിന് പല അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ ഭയങ്കര ഇരുണ്ട് ഭയങ്കര തണുത്ത് മോശമായിട്ടിരിക്കുകയാണെങ്കിൽ വെദർ ബ്ലീക്കാണെന്ന് പറയാം. വേറൊന്ന് തീരെ ഹോപ്പ്ലെസ് ആയിട്ടുള്ളൊരു അവസ്ഥയാണെങ്കിൽ ബ്ലീക്ക് ആണെന്ന് പറയാം. ഓക്കെ. അപ്പോൾ ദ ഫ്യൂച്ചർ ലുക്സ് ബ്ലീക്ക് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്, ഒരു ഹോപ്പും ഇല്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് പറയാനാണ് ഇറ്റ് ലുക്സ് ബ്ലീക്ക് എന്ന് പറയാം. വേർഡ്സ് കാൺട്ട് ഡാഷ് ഹൗ ഹാപ്പി ഐ ആം. എനിക്ക് വാക്കുകളിൽ പറയാൻ പറ്റുന്നില്ല എന്ന് പറയില്ലേ? എത്ര സന്തോഷവതിയാണ് ഞാനെന്ന് വാക്കുകൾ കൊണ്ട് എനിക്കിത് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല, അത്രയും സന്തോഷമായിട്ടോ എനിക്ക് എന്ന് പറയില്ലേ? വേർഡ്സ് കാൺട്ട് വളരെ എളുപ്പമാണ്. ഇതും ചില സമയത്ത് കിട്ടില്ല വാക്ക്. എക്സ്പ്രസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുക അല്ലേ? എന്തെങ്കിലും ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ ഒപ്പീനിയനോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണിക്കുന്നതിനാണ് എക്സ്പ്രസ് ചെയ്യാന്ന് പറയാം. അപ്പോൾ വേർഡ്സ് കാൺട്ട് എക്സ്പ്രസ് ഹൗ ഹാപ്പി ഐ ആം. ഓക്കെ. ഈസ് ദിസ് ആൻ ഡാഷ് ഒക്കേഷൻ ടു ഡിസ്കസ് ഫിനാൻസ്. സാമ്പത്തിക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റിയൊരു സമയമാണോ ഇത് എന്ന് ചോദിക്കുകയാണ്. ഈസ് ദിസ് ആൻ ഡാഷ് ഒക്കേഷൻ ടു ഡിസ്കസ് ഫിനാൻസ്. അപ്പോൾ യോജിച്ച ഒരു സമയമാണോ അത് എനിക്ക് ഫിനാൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യോജിച്ചതെന്നുള്ളതിന് സൂട്ടബിൾ എന്നൊരു വാക്കുണ്ട്. പക്ഷെ പ്രശ്നം എന്താ? ഈസ് ദിസ് ആൻ ആണ്. ആൻഡ് അപ്പുറത്ത് സൂട്ടബിൾ വരില്ലല്ലോ. അപ്പോൾ വേറൊരു വാക്ക് കണ്ടുപിടിക്കണം. ഏതാണത്? ഈസ് ദിസ് ആൻ അപ്രോപ്രിയേറ്റ്. അപ്പോൾ അപ്രോപ്രിയേറ്റിൻ്റെ അർത്ഥം സൂട്ടബിൾ തന്നെയാണ് കേട്ടോ. ഇത് ശരിയായൊരു സമയമാണോ, എനിക്ക് ഈ സമയത്ത് ഇത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല എന്ന് നമ്മൾ പറയില്ല മലയാളത്തിൽ. അതിനാണ് ഈസ് ദിസ് ആൻ അപ്രോപ്രിയേറ്റ് സിറ്റുവേഷൻ ടു ഡിസ്കസ്. എന്താണെന്ന് വെച്ചാൽ ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ. ടു മെനി ദ ഗ്രാസ് അറ്റ് വിംബിൾഡൺ ഇസ് ഡാഷ് ആൻഡ് ഓൺലി ഗ്രേറ്റ് ടെന്നീസ് പ്ലെയേഴ്സ് ആർ ഏബിൾ ടു എൻജോയ് എ ഗെയിം ദെയർ. ഇത് നല്ലൊരു സെൻറ്റൻസ്, നല്ലൊരു വാക്കാണ്. ഈ വാക്ക് പഠിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ സെൻറ്റൻസൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. എന്താ ഇതിൻ്റെ അർത്ഥം? അങ്ങനെ ആപ്പ് ആൾക്കാർക്കൊന്നും വന്നിട്ട് അവിടുത്തെ ഗ്രാസിൽ അവിടുത്തെ പുല്ലിൽ കളിക്കാൻ പറ്റില്ല. വലിയ നല്ല കളിക്കാർക്ക് മാത്രമേ ആ ഗ്രാസിൽ ടെന്നീസ് കളിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? അത് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പം അതാണ് നമ്മുടെ വേർഡ്. ടു മെനി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പലർക്കും, അങ്ങനെയാണ് അർത്ഥം. പലരുടെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്
ടു മെനി എന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് എങ്ങനെയാണ് ദ ഗ്രാസ് അറ്റ് വിംബിൾഡൺ ഇസ് ഡാഷ്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർക്കൊന്നും അവിടെ കളിക്കാൻ പറ്റില്ല. ദ ഗ്രാസ് അറ്റ് വിംബിൾഡൺ ഇസ് എന്താ പറയുക, ഇൻവയലബിൾ, അങ്ങനെ വാക്കുണ്ട്. സേക്രഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷെ അതിനേക്കാൾ നല്ല യോജിച്ച വാക്ക് ഇൻവയലബിൾ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യേണ്ടതും എടുത്തു മാറ്റാൻ പാടില്ലാത്തതുമാണ്. വളരെ നമ്മൾ വലിയ സംഭവമായിട്ട് കൺസിഡർ ചെയ്യുന്ന സംഭവമാണത്. ഓക്കെ, ഇൻവയലബിൾ. ഓക്കെ, ഇത്തിരി ടഫായിരുന്നു, പക്ഷെ നമ്മൾ ഒന്ന് രണ്ട് കുറച്ച് നല്ല വാക്കുകളും പഠിക്കണ്ടേ സാധാരണ വാക്കുകളുടെ ഒപ്പം. ബാക്കിയൊക്കെ നമ്മൾ ജനറലി അറിഞ്ഞിരിക്കേണ്ട വാക്കുകളാണ് കേട്ടോ. ഒന്ന് രണ്ടെണ്ണം ഇങ്ങനത്തെ ഇട്ടൊന്നും ഉള്ളൂ കേട്ടോ. ഹീസ് ടോട്ടലി ഡാഷ് ഇൻ ചാം. ചാം എന്ന് പറഞ്ഞാൽ എന്താ, കാണുമ്പോൾ നല്ലൊരു ഐശ്വര്യവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാമിങ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലുക്കൊന്നുമില്ല. ഹീസ് ടോട്ടലി ഡാഷ് ഇൻ ചാം, അങ്ങനെ പറയാം. ഹീസ് ടോട്ടലി ഡാഷ് ഇൻ. ലാക്കിങ്, സംതിങ് ഈസ് ലാക്കിങ് ഇൻ സംതിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു സംഭവം ഇല്ല, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തോ ഒരു സംഭവം ഇല്ല. ഹീസ് ടോട്ടലി ലാക്കിങ് ഇൻ ചാം. ഓക്കെ, ദർ ഈസ് എ ഡാഷ് ഓഫ് സ്കിൽഡ് വർക്കേഴ്സ് ഇൻ ദ ബിൽഡിംഗ് സെക്ടർ. കെട്ടിട നിർമ്മാണ മേഖല, അതാണ് ബിൽഡിംഗ് സെക്ടർ. സെക്ടർ എന്ന് വെച്ചാൽ മേഖല. ദർ ഈസ് എ ഡാഷ് ഓഫ് സ്കിൽഡ് വർക്കേഴ്സ് ഇൻ ദ ബിൽഡിംഗ് സെക്ടർ. എന്താ വരിക, അവരുടെ ഒരു അഭാവമുണ്ട്. അതെങ്ങനെ വരാം, എന്തെങ്കിലും ഇല്ലെങ്കിൽ ലാക്ക് ചെയ്യുന്നു എന്ന് പറയാം. പക്ഷേ ഈ സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ടോ, ദർ ഈസ് എ ഡാഷ് ഓഫ് സ്കിൽഡ് വർക്കേഴ്സ്, ദർ ഈസ് എ സ്കേഴ്സിറ്റി, ദൗർലഭ്യം, സ്കേഴ്സിറ്റി. അപ്പോൾ സ്കേഴ്സിറ്റി ഓഫ് സംതിങ്, അങ്ങനെയാണ് പറയാം. ആ ഓഫ് വേണം. ദിസ് ഈസ് ലാക്കിംഗ് ഇൻ സംതിങ്, ഇതിൽ ഇന്നൊരു സാധനം ഇല്ല എന്ന് പറയാൻ ദിസ് ഈസ് ലാക്കിംഗ് ഇൻ സംതിങ്. അപ്പോൾ ലാക്കിംഗ് ഇൻ, സ്കേഴ്സിറ്റി ഓഫ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൂടെ പഠിച്ചു വെക്കണം കേട്ടോ. ഇല്ലാതെ സ്കേഴ്സിറ്റി എന്ന് മാത്രം പഠിച്ച സെൻറ്റൻസ് പിന്നെ നിങ്ങൾ തെറ്റിപ്പോവും. സ്കേഴ്സിറ്റി ഓഫ് സംതിങ് എന്ന് തന്നെ പറയണം. ഓൺ ഹർ ഫസ്റ്റ് ഡേ അറ്റ് വർക്ക് അനു വാസ് ഡാഷ് ഫുൾഫില്ലിങ് എവറി റിക്വസ്റ്റ് ഓഫ് ഹർ എംപ്ലോയർ. അപ്പോൾ അനുവിൻ്റെ ആദ്യത്തെ ദിവസമാണ് ജോലിയിൽ. അപ്പം അന്ന് ഷീ വാസ് ഫുൾഫില്ലിങ് എവറി റിക്വസ്റ്റ്. ആര് പറഞ്ഞ റിക്വസ്റ്റ്, എംപ്ലോയർ എന്ന് വെച്ചാൽ അയാളുടെ ബോസ് ഇങ്ങനെ പറഞ്ഞു അത് ചെയ്യുമോ അനു, ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തൊന്ന് നോക്കി അത് ചെക്ക് ചെയ്യാൻ. അങ്ങനെ എല്ലാ പണിയും അനു ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്തു തീർക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ വരിക, അപ്പോൾ ഇതിലൊരു വാക്ക് എന്തിനാണ് വരണത്, ഓൺ ഹർ ഫസ്റ്റ് ഡേ അറ്റ് വർക്ക് അനു വാസ് ഇങ്ങനെയായിരുന്നു അനു, കോമ എങ്ങനെയത് മനസ്സിലായി എങ്ങനെയാണെന്ന്, ഫുൾഫില്ലിങ് എവറി റിക്വസ്റ്റ്. അപ്പോൾ അവൾ ബോസ് പറഞ്ഞ എല്ലാ കാര്യം ആൾ പറഞ്ഞ് വായന തീരുന്നതിന് മുമ്പേ ചെയ്തു കൊടുത്ത എല്ലാം ചെയ്തു തീർക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആവുന്ന ഒരവസ്ഥ അതിനെന്താ പറയുക, അനു വാസ് എന്താ പറയുക, അനു എങ്ങനത്തെ ഒരാളായിരുന്നു അപ്പോൾ, അനു വാസ് കംപ്ലേസൻറ്റ്. അപ്പോൾ കംപ്ലേസൻറ്റ് സ്പെല്ലിങ് നോക്കണേ, കാരണം ഇതേ പ്രൊനൗൺസിയേഷനുള്ള വേറൊരു വാക്ക് ഇടാൻ വരുന്നുണ്ട്. അപ്പോൾ കംപ്ലേസൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് വളരെ വിനയപൂർവ്വം അയാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പെട്ടെന്നൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനത്തെ ആളാണെന്ന് പറയാം, നമ്മൾ കംപ്ലേസൻറ്റ്. നമുക്ക് കഴിയാവുന്ന പോലെയൊക്കെ ചെയ്യണം വർക്ക് അല്ലേ, പക്ഷേ അതിങ്ങനെ എന്താ പറയുക, അയാൾ പറയുന്ന വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്തിങ്ങനെ അയാളുടെ അടുത്ത വർക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, പ്ലീസ് ചെയ്യാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് ആവുന്നത്, നമ്മൾ കംപ്ലേസൻ്റ് ആണ് ആവണത് അല്ലേ. ഇപ്പം നിങ്ങൾ എൻ്റെ ബോസാണ്, അപ്പോൾ ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യണോ, ഞാൻ പണി ഇത് മതിയോ ഇങ്ങനെ മതിയോ ഇനി ഇതുകൂടി ചെയ്യട്ടെ, ഞാൻ അങ്ങനെ നിങ്ങളെ എങ്ങനെയെങ്കിലും എനിക്ക് പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുന്ന വർക്കൊക്കെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ആം ബീങ് കംപ്ലേസൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചില ആൾക്കാരെ നിങ്ങൾ കാണും. അപ്പോൾ അവരെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഷീസ് കംപ്ലേസൻറ്റ്, അങ്ങനെ പറയാം. അടുത്തത്, there's a danger of becoming dash if you win a few games. നിങ്ങൾ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണെന്ന് വിചാരിക്കുക. ആരാവണ്ടേ നിങ്ങൾ, വലിയൊരു കളിക്കാരനാണ്. അപ്പോൾ സച്ചിൻ്റെയും അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ കൂടെ നിങ്ങൾ അന്ന് കളിച്ചിരുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ 1, 2, 3 ഗെയിമൊക്കെ നന്നായിട്ട് കളിക്കാൻ തുടങ്ങി, സെഞ്ചുറിയൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കൊള്ളാം അല്ലേ, ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഇനിയിപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റ് വർക്കൗട്ടോ ഇങ്ങനെ പ്രാക്ടീസ് സെഷനൊന്നും ഞാൻ അധികം ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല, നമ്മൾ കൊള്ളാം എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരില്ലേ? നിങ്ങൾക്കല്ല, ഞാൻ പറഞ്ഞതൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ്. നമുക്കങ്ങനെ പൊതുവെ വരാൻ ചാൻസില്ലേ. പൊതുവേ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ ആദ്യം നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചെല്ലാം ചെയ്യും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ എന്താവുക, ഇനി ഇങ്ങനെ അധ്വാനിക്കേണ്ട കാര്യമുണ്ടോ, ഇപ്പോൾ ഉള്ളതൊക്കെ നന്നായിട്ടുണ്ട് ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫീലിംഗ് വരില്ലേ? അതിനെന്താ പറയുക, അതിനും ഇതേ വാക്ക് തന്നെയാണ്, കംപ്ലേസൻറ്റ്.
പറയുമ്പോൾ ഒരേപോലെയാണ് കംപ്ലേസൻറ്റ്, പക്ഷേ സ്പെല്ലിങ് വേറെയാണ്. അപ്പോൾ നേരത്തെ പഠിച്ച കംപ്ലേസൻറ്റ് ഓർമ്മയുണ്ടോ? അയ്യോ ഞാൻ ഇനി എന്താ ചെയ്തിട്ടുണ്ട്, ഇത് കൂടി ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നിങ്ങളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണി ചെയ്തങ്ങ് തീർത്ത് വലിയൊരു പണിക്കാരിയായി മാറുകയാണ്. അപ്പോൾ നമ്മൾ കംപ്ലേസൻ്റ് ആയത്. ഇവിടുത്തെ സ്പെല്ലിംഗ് ഉണ്ടോ? സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. ഇതിലെന്താ പറയണേ, ഇപ്പം ഉള്ളതൊക്കെ മതി, ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലേസൻ്റ് ആവുകയാണ്. രണ്ടും രണ്ട് വേർഡ്സാണ്, പറയുന്നത് ഒരുപോലെയാണെന്ന് മാത്രം കേട്ടോ. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഉള്ള എങ്ങനെയാണ് അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ, നമുക്ക് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒന്നും വേണ്ട എന്നുള്ളൊരു ഫീലിംഗ് വരാണ് കംപ്ലേസൻറ്റ്. ചില സമയത്ത് ഈ ബുദ്ധിസ്റ്റ് ഐഡിയോളജി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ മതിയില്ലേ, ഇപ്പോൾ ഉള്ളത് നല്ലതാണ്, ഒരു മനസ്സമാധാനമൊക്കെ ഉണ്ടാവും. പക്ഷേ എപ്പോഴും നമ്മൾ അങ്ങനെ ആയാൽ നമ്മൾ ഒരിക്കലും പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കില്ല അല്ലേ. അപ്പോൾ അതൊരു ട്രേഡ് ഓഫ് ആണ്. പക്ഷേ ഭയങ്കരമായിട്ട് എനിക്കെല്ലാം കീഴടക്കണം അങ്ങനെ ആ ലെവലിലേക്ക് പോയാലും പാടാണ്, ഭയങ്കര കംപ്ലേസൻ്റ് ആയാലും പ്രശ്നമാണ് അല്ലേ. ഇതൊരു നമ്മൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം, എന്നാൽ നമ്മൾ ഈ ആർത്തി പാടില്ല, അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ ഈ എക്സ്ട്രീം എന്ന് വെച്ചാൽ ഇതൊക്കെ മതി അങ്ങനെ വിചാരിച്ചാൽ കുറേ ആൾക്കാരില്ലേ, പഠിത്തമാണെങ്കിലും ഇതൊക്കെ മതി, ഒരു ജസ്റ്റ് പാസ്സാവുന്നുണ്ടല്ലോ അതൊക്കെ മതി അങ്ങനെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടാവും. ഇംഗ്ലീഷ് പഠിക്കണ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, എനിക്ക് അങ്ങനെ പ്രൊനൗൺസിയേഷനും അതൊന്നും കുഴപ്പമില്ല, കുറച്ചൊക്കെ മിസ്റ്റേക്സ് വരുത്താലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇങ്ങനെ ഒന്ന് പാസ്സായി എക്സാം ഒന്ന് പാസ്സായി ഇങ്ങനെ പോകണം, IELTS-ലൊരു 6.5 ഒക്കെ കിട്ടണം അങ്ങനെ വിചാരിക്കുന്ന കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. പൊതുവെ അങ്ങനെ വിചാരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കംപ്ലേസൻ്റ് ആവുകയാണ്. നമ്മൾ എന്താവേണ്ടത്, ഒരു 8 ഒക്കെ എങ്കിലും വരണം, ഒരു 7 കിട്ടുകയാണെങ്കിൽ ഒരു 8 എത്താൻ നോക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ. പക്ഷെ നമ്മൾ 9 ഔട്ട് ഓഫ് 9 തന്നെ കിട്ടണം എന്നൊക്കെ വിചാരിച്ചാൽ അത് ഒരു എന്താ പറയുക കുറച്ച് പാടാവും. വിചാരിക്കണത് തെറ്റില്ല, പക്ഷെ അത് നമ്മളെ സ്ട്രെസ് അടുപ്പിക്കരുത് അല്ലേ. Dan thinks it will all work out, but his wife remains dash. അപ്പോൾ ബട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഡാനുമായിട്ട് വൈഫ് എഗ്രി ചെയ്യുന്നില്ല. ഡാനും പറയണത് ഇറ്റ് വിൽ ഓൾ വർക്ക് ഔട്ട് നാ, ഒക്കെ ശരിയാവും, ഇറ്റ് വിൽ ഓൾ വർക്ക് ഔട്ട്. പക്ഷേ ഹിസ് വൈഫ് റിമെയിൻസ്, ശരിയാവുന്ന അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ആൾക്കില്ല അല്ലേ. എന്തോ ഒരു ഇതൊക്കെ വെറും എന്താ പറയുക മുട്ടക്കാരൻ്റെ സ്വപ്നം, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം അങ്ങനെയൊക്കെ പറയില്ലേ, ആയിട്ടാണ് ഡാൻ്റെ വൈഫിന് തോന്നുന്നത്. ഈ പറയുന്നതൊക്കെ ശരിയാവോ ഇല്ല എന്നുള്ളൊക്കെ ഒരു അങ്ങനത്തെ ഒരു ചിന്താഗതി, എന്താ പറയുക സ്കെപ്റ്റിക്കൽ. ബട്ട് ഹിസ് വൈഫ് റിമെയിൻസ് സ്കെപ്റ്റിക്കൽ. ഐ എം എ ബിറ്റ് സ്കെപ്റ്റിക്കൽ അബൌട്ട് ദിസ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിതങ്ങനെ വർക്ക് ചെയ്യുമെന്ന് വലിയ വിശ്വാസമൊന്നുമില്ല, ചിലപ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യാതിരിക്കാം. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വാക്കാണ്. നിങ്ങൾ പലപ്പോഴും ഇംഗ്ലീഷ് കുറച്ച് നല്ല ലെവലിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വീഡിയോസോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂസൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് കാണാം. നമ്മൾ സാധാരണ ഈ വാക്ക് അങ്ങനെ മലയാളത്തിൽ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ മീനിങ്, പക്ഷെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും, ഐ ഡോണ്ട് തിങ്ക് സോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ വേർഡാണ്. സമൺ ഈസ് സ്കെപ്റ്റിക്കൽ അബൌട്ട് ഹിസ് പ്ലാൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ അത് വർക്ക് ആവുമോ എന്നൊരു സംശയമുണ്ട്, ആൾക്ക് അത്ര വലിയ ഉറപ്പില്ല ഈ പറയുന്നതൊക്കെ നടക്കുമെന്ന്. ഓക്കെ, I was having such a good time, I was dashed to leave. നമ്മൾ പണ്ട് വീഗാലാൻഡിലൊക്കെ പോകുമ്പം നമുക്ക് കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോൾ വണ്ടർലയിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് പിള്ളേർ ഇങ്ങോട്ട് തിരിച്ച് വരികയില്ല അല്ലേ. ദേ ആർ ഹാവിങ് സച്ച് എ ഗുഡ് ടൈം ദാറ്റ് ദേ ആർ ഡാഷ് ടു ലീവ്. അവർക്ക് അവിടുന്ന് മടങ്ങാൻ ഒട്ടും താല്പര്യമില്ല. അതെന്താ പറയുക, ദേ വെർ ഡാഷ് ടു ലീവ്. എനിക്ക് വേണ്ടാന്നിങ്ങനെ പറയാം. എന്താ ആ വാക്കെന്താ പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന വാക്ക് നമുക്കത് ലീവ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ മെല്ലെ ചെയ്യാം. ഇപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതിനൊരു പോകാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ മെല്ലെ ഷൂസ് എടുക്കണം, അങ്ങനെ ഷൂസ് എവിടെയും നോക്കുന്നില്ല, അങ്ങനെ പതുക്കെ ആക്കൂല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു വിമുഖതയുണ്ടെന്ന്. അതിനെന്താ പറയുക ഇംഗ്ലീഷിൽ? ഐ വാസ് റിലക്റ്റൻറ്റ് ടു ലീവ്. ഐ വാസ് റിലക്റ്റൻറ്റ് ടു ഡു സംതിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാനൊരു താല്പര്യമില്ല. ഷി വാസ് റിലക്റ്റൻറ്റ് ടു സ്റ്റഡി. പഠിക്കാൻ അവൾക്കൊരു താല്പര്യമില്ല. അപ്പോൾ അവൾ മെല്ലെ അങ്ങനെ ഒരു പേനെടുത്തു, ബുക്കൊന്ന് തുറന്നു, ആ ബുക്കെല്ലാം മടക്കി വെച്ചു, അങ്ങനെ അവളുടെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ അവൾ കാണിക്കുന്നുണ്ട്. ഷി വാസ് റിലക്റ്റൻറ്റ് ടു സ്റ്റഡി, റിലക്റ്റൻറ്റ് ടു ഡു സംതിങ്. ഓക്കെ, ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വാക്കാണ്. ഇങ്ങനെ സെൻറ്റൻസ് വരുമ്പോൾ നമുക്ക് ഈ വാക്കുകൾ പെട്ടെന്ന് മനസ്സിൽ വന്നില്ലെങ്കിൽ സെൻറ്റൻസ് നമുക്ക് അവിടെ സ്റ്റക്കായി നിൽക്കും. അപ്പം ലാസ്റ്റ് സെൻറ്റൻസ് ആണ്, എനിക്ക് ഇതിനെക്കുറിച്ച് നിന്നോട് തർക്കിക്കാൻ താല്പര്യമില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ആൻ ഡാഷ് വിത്ത് യു അബൌട്ട് ദിസ്. ഇതിനെക്കുറിച്ച് ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ആൻ എന്താ പറയുക, ആൻ വരുമ്പോൾ അങ്ങനത്തെ ഒരു വാക്ക് വേണ്ടേ, ആൻ ആർഗ്യുമെൻറ്റ്. ഒരു തർക്കത്തിന് എനിക്ക് താല്പര്യമില്ല, തർക്കിക്കാൻ താല്പര്യമില്ല. ഐ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ആൻ ആർഗ്യുമെൻറ്റ് വിത്ത് യു അബൌട്ട് ദിസ്.
മനസ്സിലായോ? ആർഗ്യുമെൻറ്റ് തർക്കിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ആ ക്രിട്ടിക്കലായിട്ടുള്ള വേർബ് ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ സെൻറ്റൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിക്കും. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ട് നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കി ഇപ്പോൾ വാക്കുകൾ കറക്റ്റായിട്ട്. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൊക്കാബുലറി കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ വൊക്കാബുലറീൻ്റെ ഒരു കോഴ്സ് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അറിയിക്കാം കേട്ടോ, അത് ശരിയാവുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒന്ന് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ ഞാൻ അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് കോഴ്സ് നോക്കുകയാണെങ്കിൽ എൻ്റെ കോഴ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാമല്ലോ അല്ലേ? എൻ്റെ വെബ്സൈറ്റ് പോയി നോക്കിയാൽ എൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ അയച്ചാൽ മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് അയച്ചുതരാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.